ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ ചാപ്റ്റർ ഓഫ് ലിറ്റ്സ് ഡയറി. ഇന്ന് നമ്മൾ മാഞ്ചസ്റ്ററിൽ തന്നെയുള്ള ഒരു ഇൻഡോർ തീം പാർക്കിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് ഇൻഫ്ലേറ്റ നേഷൻ ഇൻഫ്ലേറ്റബിൾ ബോൾ പാർക്സ് എന്നാണ്. ഇത് മാഞ്ചസ്റ്ററിലെ ട്രഫോർഡ് സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളോട് ഷൂസ് ഊരിയിട്ട് അവിടെ കബോർഡിൽ വെക്കാൻ പറയും. നമുക്ക് ലോക്കേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് അവിടെ ഒരു ബാൻഡ് അവർ ഓൺലൈൻ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ അവരൊരു ID ബാൻഡ് തരും. ഞങ്ങൾ ടോട്ടൽ 2 hours ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ 2 ID ബാൻഡ് അവർ ഇട്ട് തന്നിരിക്കുന്നത്. വൈകുന്നേരം 4 to 6 o'clock വരെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ടൈം. ഹെയ്ഡുവിൻ്റെ നാപ്പ് ടൈം ആയതുകൊണ്ട് തന്നെ ഹെയ്ഡു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫുള്ള് ഉറങ്ങുമായിരുന്നു. ഇവിടെ എത്തി രജിസ്ട്രേഷൻ്റെ സമയമായപ്പോഴാണ് ആളെ ഉണർത്തിയത്. പക്ഷേ ഉണർത്തിയതിൻ്റെ ഒരു മുഷിപ്പും ആക്കില്ലായിരുന്നു. കാരണം എന്തോ കളിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അവന് മനസ്സിലായി. കയറി വരുന്ന ഭാഗത്ത് തന്നെ അവരുടെ റൂൾസ് ഫുൾ അവർ എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാനിപ്പോൾ പറയാം. 1, എല്ലായ്പ്പോഴും നമ്മുടെ കാലിൽ സോക്സ് ഉണ്ടായിരിക്കണം. ബെയർ ഫുട്ട് ആവാൻ പാടില്ല. ഷൂസ് യൂസ് ചെയ്യാനും പാടില്ല. 2, നമ്മൾ ഫുഡ്, ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഈ ഇൻഫ്ലേറ്റയിൽ അകത്തോട്ട് കയറ്റാൻ പാടില്ല. ഇവരുടെ ബിൽഡിങ്ങിനകത്ത് തന്നെ ഒരു കഫറ്റേരിയ ഉണ്ട്. അവിടെ നമുക്ക് ഫുഡോ ഡ്രിങ്ക്സോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് ആ കഫറ്റേരിയയിൽ മാത്രം ഇരുന്ന് കഴിക്കാനേ നമുക്ക് അലൗഡ് ഉള്ളൂ. ഈ കാണുന്നതാണ് പാർക്കിൻ്റെ ഒരു ഔട്ട്ലുക്ക്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്ക്. ഒരു വലിയ പോർഷൻ തന്നെ ഒരു ബോൾ പിറ്റ് ഉണ്ട്. അതിൽ നിറയെ ബ്ലൂ കളറിലെ ബോൾസ് നിറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള സ്ലൈഡ്സുകളും ഉണ്ട് അവിടെ. ഹെയ്ഡുവിന് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ധൃതിയായിരുന്നു. പക്ഷേ നമുക്കൊരു 10 minutes അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് തൊട്ട് മുന്നേ ഉള്ള സെക്ഷൻകാർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മാത്രം അവർ ഫുള്ള് ഇറക്കി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളെ കയറ്റുള്ളൂ. അകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള അവൻ്റെ എക്സൈറ്റ്മെൻറ്റും അവൻ്റെ ഹാപ്പിനെസ്സും കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അവനെ എൻജോയ് ചെയ്യിക്കാൻ കൊണ്ടുവന്നതാണെങ്കിലും സത്യം പറയാമല്ലോ, ഒരുപക്ഷെ അവനേക്കാൾ കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കാണുന്നത് ഞങ്ങൾ ബോൾ പിറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ കിടക്കുന്നതാണ്. ഹെയ്ഡു അതിൽ 2-3 പ്രാവശ്യം മുങ്ങിപ്പോയിട്ട് ഞങ്ങൾ പൊക്കിയെടുക്കേണ്ടി വന്നു. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ഒരു പ്രായപരിധി ഇല്ല കേട്ടോ. അഡൾട്ടിന് 13.99 ആണ് 1 മണിക്കൂറത്തേക്കുള്ള ടിക്കറ്റ് ചാർജ്. കിഡ്സിന് ബിലോ 4 years ആണെങ്കിൽ 6.99 ആണ് 1 hourലേക്കുള്ള ചാർജ്. 4 and above 13.99 ആണ് 1 hourലേക്ക്. നമുക്ക് എക്സ്ട്രാ 1 hour കൂടി വേണമെങ്കിൽ ഇത്രയും കാശ് വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു തുച്ഛമായ എമൗണ്ട് മാത്രമേ പിന്നീട് നമുക്കൊരു 2nd hourലേക്ക് അടയ്ക്കേണ്ടി വരുള്ളൂ. കിഡ്സും അഡൾട്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു ഓളമാണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ. സമയം പോയത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടേ ഇല്ല. ഈ കാണുന്ന സംഭവം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്ലൈഡ് പോലത്തെ ഒരു സംഭവമാണ്. അത് ഡീഫ്ലേറ്റ് ആവുകയും ഇൻഫ്ലേറ്റ് ആവുകയും ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ഇൻ്റർവെല്ലിനനുസരിച്ച്. അപ്പോൾ ഡീഫ്ലേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറി അങ്ങേ അറ്റത്ത് പോയിരിക്കുക. എന്നിട്ട് ഇൻഫ്ലേറ്റ് ആകുമ്പോഴത്തേക്ക് അവിടുന്ന് സ്ലൈഡ് ചെയ്ത് വരിക. അങ്ങനെയാണ്. അജു ഹെയ്ഡനെയും കൊണ്ട് കയറി ഇരുന്നതാണ്. പക്ഷെ അവന് ഇതിൻ്റെ സംഭവമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവനോട് പറഞ്ഞാലും അവനനുസരിക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അത് ഫുൾ ഇൻഫ്ലേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അവൻ ധൃതി കാണിച്ച് അങ്ങ് സ്ലൈഡ് ചെയ്ത് താഴേക്ക് വന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്തു. അവസാനം ശരിക്കും ക്ഷീണിച്ചാണ് ഞങ്ങളെല്ലാവരും അതിൽ നിന്ന് ഇറങ്ങിയത്. ഈവൻ ഹെയ്ഡു ആണെങ്കിൽ പോലും ഞങ്ങൾ കരുതിയത് അവൻ കരയുമായിരിക്കും ഇറങ്ങുമ്പോഴത്തേക്കിനും എന്നാണ്. പക്ഷേ അവൻ അത്രയ്ക്ക് കളിച്ച് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ അവൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഒരു ബഹളവും ഇല്ലായിരുന്നു. ഇവിടെ വന്നതിൽ എനിക്ക് ഒരേ ഒരു റിഗ്രറ്റേ ഉള്ളൂ. കാരണം ഞാൻ ഇട്ടുകൊണ്ട് വന്നത് ഒരു സ്വെറ്റ് ഷർട്ടായിരുന്നു. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വെറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത്, ജാക്കറ്റ് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇതിനകത്ത് കയറിയിട്ട് നല്ലതുപോലെ ഞാൻ വിയർത്തു. കാരണം ഇവിടെ അകത്ത് ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇത്രയും കുത്തിമറിഞ്ഞ് ചാടുകയും ചെയ്തു. അതിൻ്റെ എല്ലാം കൂടെ ക്ഷീണം കൊണ്ടിട്ട് ഞാൻ ശരിക്കും വിയർത്തു. ഓരോ ടൈമിലും ഹെയ്ഡുവിനെ പുതിയ പുതിയ സ്ലൈഡുകളിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അവനെ വിളിക്കുമ്പോഴത്തേക്കും അവൻ മടിയില്ലാതെ നമ്മുടെ കൂടെ വരുന്നുണ്ടായിരുന്നു.
നിങ്ങൾക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വിൻ്ററിൻ്റെ സമയത്താണെങ്കിലും ഈവൻ സമ്മറിൻ്റെ ടൈമിലാണെങ്കിലും വീട്ടിലിരുന്ന് പിള്ളേർ ബോറടിക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുക. ഇത് 364 ഡേയ്സ് ഓപ്പണാണ്. വിൻ്ററെന്നോ സമ്മറെന്നോ അങ്ങനെയൊന്നുമില്ല. ഗൂഗിളിൽ ഇതിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് അതിനകത്ത് ഓപ്പണായി വരുന്നതായിരിക്കും. ഞങ്ങൾ എന്തോരം എൻജോയ് ചെയ്തെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ബായ്.